കുഞ്ഞുങ്ങളെ ചോദ്യം ഇതാണ്, 154 സ്ക്വയറിൻ്റെ വില കണ്ടുപിടിക്കുന്നതിന് 153 സ്ക്വയറിൻ്റെ വിലയോടുകൂടി എത്ര കൂട്ടണമെന്നാണ്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. ചോദ്യം ഇങ്ങനെയാണ് പറയുന്നത്, 153 സ്ക്വയറിൻ്റെ കൂടെ ഏതോ ഒരു വാല്യൂ കൂട്ടിയപ്പോഴാണ് എന്ത് കിട്ടുന്നത്, 154 സ്ക്വയർ കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ ആ പർട്ടിക്കുലർ വാല്യൂ എന്ത് എന്ന് കണ്ടുപിടിക്കണം, എക്സിനെ കണ്ടുപിടിക്കണം. ഇങ്ങനെ എഴുതിക്കോട്ടെ, 153 സ്ക്വയറിൻ്റെ കൂടെ എക്സ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ കൂട്ടുമ്പോഴാണ് നമുക്ക് 154 സ്ക്വയർ കിട്ടേണ്ടത്. അങ്ങനെയെങ്കിൽ എക്സ് കണ്ടുപിടിക്കാനാണ്. ഒന്ന് റീഅറേഞ്ച് ചെയ്താലോ. എക്സിനെ ഒരു സൈഡിൽ ഇട്ടുകൊണ്ട് ബാക്കി എല്ലാവരെയും അപ്പുറത്തെ സൈഡിൽ അറേഞ്ച് ചെയ്താൽ 154 സ്ക്വയറെ മൈനസ് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന 153 സ്ക്വയർ അപ്പുറത്ത് ചെല്ലുമ്പോൾ മൈനസ് 153 സ്ക്വയർ ആവും. ഓക്കെ ആണോ? ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എക്സ്പാൻഷൻ എന്താ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് അല്ലേ? അപ്പോൾ ഇതിനെ ഞാനൊന്ന് മാറ്റി എഴുതുക. എക്സ് എന്ന് പറയുന്നത് ഇവനെ എക്സ്പാൻഡ് ചെയ്യുമ്പം എ പ്ലസ് ബി, ആദ്യ പദം 154, രണ്ടാം പദം 153 ഇൻറ്റു എ മൈനസ് ബി, ആദ്യ പദം 154, രണ്ടാം പദം 153. ഓക്കെ ആണോ എൻ്റെ കുട്ടികളെ? ഞാൻ ചോദിക്കട്ടെ, ഈ ബ്രാക്കറ്റിൻ്റെ റിസൾട്ട് എന്തേ വരുത്തുള്ളൂ? അത് 1. 154 153 കുറച്ച 1. അപ്പോൾ എക്സിൻ്റെ വില എത്ര എന്ന് ചോദിച്ചാൽ 154 പ്ലസ് 153 ഇൻറ്റു 1 എന്ന് വരും. അത് വേണ്ടല്ലോ, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാനായിട്ട് ഈ 154 153 കൂട്ടി വെച്ചാൽ മതി, അത്രയേ ഉള്ളൂ അതിൻ്റെ മീനിങ്. അപ്പോൾ നമ്മുടെ ചോയ്സിൻ്റെ അകത്തുനിന്ന് നമുക്ക് കൺഫേം ചെയ്യാം, ബി നമ്മുടെ ആൻസറാണ്. ബി എന്ന ചോയ്സ് നമ്മുടെ ആൻസറാണ്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ശരി, താങ്ക് യു.